സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ LDF-ലെ പല വൻമരങ്ങളും കടപുഴകി വീണു. കണ്ണൂരിലേറ്റ കനത്ത പരാജയം CPIM നേതൃത്വത്തിലേക്കും പിണറായിയിലേക്കും കൂടെയാണ് വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് കൂടെ നിന്ന് പ്രവർത്തിച്ച സഖാക്കൾ തന്നെയാണ് ആദ്യം നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിക്കെതിരെ പോരിനിറങ്ങിയത്. കുടുംബാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 12,627 വോട്ടുകൾക്കാണ് TK ഗോവിന്ദൻ PK ശ്യാമളയെ വീഴ്ത്തിയത്. MV ഗോവിന്ദന് 22,689 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിലെ പരാജയം ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് പാർട്ടിക്ക് മറയ്ക്കാനാവില്ല. 1970 ശേഷം ഇതാദ്യമായാണ് CPM മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത്. പാർട്ടിക്കകത്തൊരു പ്രവണതക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്. ആ പോരാട്ടത്തിന്റെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ വിജയമല്ല, ആ പോരാട്ടത്തിന്റെ വിജയമാണ്. കൈക്ക് കൈ കൊടുക്കാതെ എന്നാൽ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ച് TK വിജയിക്കുന്നതോടെ CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടെയാണ് പൊതു ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നമില്ലാതെ കോൺഗ്രസ് പിന്തുണയിൽ മത്സരിച്ച CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടുകൾക്ക് വിജയിച്ചത് CPM-ന് ജില്ലയിലെ ഇരട്ട പ്രഹരമായി. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നെന്ന് പറഞ്ഞ് പുറത്തുപോയ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച TI മധുസൂദനെയാണ് പരാജയപ്പെടുത്തിയത് എന്നത് പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കും. UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ജയിച്ചത് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാട് എന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരായ നിരവധി ആളുകളുടെ വോട്ട് കൂടി എനിക്ക് ഈ വിജയത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതും നമുക്കെല്ലാം ബോധ്യമുണ്ടാകേണ്ടുന്ന ഒരു കാര്യം കൂടി. കഴിഞ്ഞ തവണ 49,780 വോട്ടിന് ഇതേ മധുസൂദനൻ ജയിച്ച മണ്ഡലമാണ് ഇത്തവണ കൈവിട്ടത്. പാർട്ടിയുടെ ഉരുക്കുകോട്ടയിലുണ്ടായ വിള്ളൽ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഏവരും ഉറ്റുനോക്കിയ അമ്പലപ്പുഴയിലെ G സുധാകരന്റെ പോരാട്ടവും വിജയിച്ചതോടെ പാർട്ടിയിലെ ക്രിമിനൽ വൽക്കരണവും സ്വജനപക്ഷപാതവുമെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ്. സിറ്റിംഗ് MLA H സലാമിനെ 27,935 വോട്ടുകൾക്കാണ് G സുധാകരൻ പാഠം പഠിപ്പിച്ചത്. പാർട്ടിക്കകത്തെ പുഴുക്കുത്തുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അച്ചടക്കത്തിന്റെ വാളുകൊണ്ട് ഇനി കെട്ടിയിടാനാവില്ലെന്ന് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുക കൂടെയാണ് ഈ വിജയങ്ങൾ. അതേസമയം പാർട്ടി വിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഐഷ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ ജയിക്കാനുമായില്ല. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.